നാളെ രാവിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ്. ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ കോലാഹലം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കണക്കുകൾ ഈ പ്രവചന വിശാരദന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കണക്ക്, ഇന്ത്യൻ മുസ്ലിങ്ങളിൽ 72% കോൺഗ്രസ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. കോൺഗ്രസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മതാടിസ്ഥാനത്തിലുള്ള സംവരണം അടക്കം കൊടുക്കുമെന്നൊക്കെയുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം. അത് കണ്ടോ? TG കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു. രണ്ട് പേര് ഇത്തരം ഫിഗേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഈ എക്സിറ്റ് പോളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ പെർസെൻറ്റേജിനെ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യില്ല. അവിടെയാണ് ഏറ്റവും വലിയ റിസ്ക് എക്സിറ്റ് പോളിൽ വരുന്നത്. ഇപ്പോൾ 43% ഒരാൾക്ക്, 42% മറ്റേ ആൾക്ക്. 43%കാരന് ഒരു സീറ്റ് എന്ന് പറഞ്ഞവർ തീരുമാനിക്കും. പക്ഷേ ആകണമെന്നില്ല. ഈ 42, 43 എന്നൊക്കെ പറയുന്നത് അപ്രോക്സിമേറ്റ് ഫിഗറാണല്ലോ. ഇത് ചിലപ്പോൾ 42.9 ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇയാളായിരിക്കും ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളിൽ വരുന്ന നമ്പർ ഓഫ് സീറ്റ്സ് വലിയ പ്രാധാന്യമില്ലാത്തതാണ്. ചിലപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് സീറ്റ് കിട്ടും. ഇപ്പോൾ കേരളത്തിൽ BJP പറയുന്നില്ല, അവർക്ക് 3% വർധന ഉണ്ടാകും, അല്ലെങ്കിൽ 19% വർധന ഉണ്ടാകും. ഈ 19% വർധനയ്ക്ക് ആനുപാതികമായ സീറ്റായിരിക്കില്ല, ഭീകരമായിട്ടായിരിക്കും സീറ്റ് കൂടുന്നത്. 1% കുറഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞ് 0 സീറ്റിലേക്ക് വരികയും ചെയ്യും. അതാണ് ഈ പെർസെൻറ്റേജ് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന തെറ്റ്. അത് നമ്മുടെ ഈ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റമാണല്ലോ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻഹറൻറ്റ് ട്രബിളാണത്. ഒരു 30-35% വോട്ട് കിട്ടിയാൽ ചിലപ്പോൾ ജയിച്ചു പോയി എന്ന് വരും. അല്ലാതെ 50% കൂടുതൽ കിട്ടണമെന്നില്ല. 50% കൂടി കിട്ടിയ ആളും ജയിക്കും, 35 കിട്ടിയ ആളും ജയിക്കും. രണ്ടും ജയം തന്നെയാണ്. രണ്ടുപേരും ജയിച്ച് MP ആയി പോയി കഴിഞ്ഞാൽ ഒരേ സ്റ്റാറ്റസാണ്. അപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലേ. 50% കൂടുതൽ കിട്ടിയെന്നൊക്കെ പറയാം, ഭൂലോക റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതല്ലാതെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഗുണത്തിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഇവർ രണ്ടുപേരൊന്ന് ആക്സിസ് എന്നൊരു ഏജൻസി, ആക്സിസ് മൈ ഇന്ത്യ, പിന്നെ ഇവർ ചാണക്യ, CSDS, ചാണക്യ, രണ്ടുപേര് ചാണക്യ സീറ്റുകളൊക്കെ പുറത്ത് വിട്ടു. ഇത് അല്ലാതെയുള്ള ഈ ഒരു സ്ട്രാറ്റ വൈസ് ഡാറ്റ പുറത്ത് വിട്ടു. അവർ താമസിക്കും, ഓഫ് കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ള താമസമാണ്. അപ്പോൾ ഇവർ മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ റിസൾട്ട് വരുന്നത്. CSDSൻ്റെ വന്നെങ്കിലും ഇപ്പോഴും മുഴുവനായിട്ടില്ല. അവർ നാളെ മുഴുവനാക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ബ്രോഡ്ലി എഗ്രി ചെയ്യുന്നൊരു കാര്യമുണ്ട്. BJP OBCയിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ട് പിടിക്കുന്നത്. 56% മറ്റോ വോട്ട് OBCയിൽ നിന്നാണ്. കോൺഗ്രസ് വളരെ പുറകിലാണ്, 32-33 ഒക്കെ ഉള്ളൂ OBCയിൽ. ഷെഡ്യൂൾ ട്രൈബ് അഥവാ ദളിത് എന്ന് ഇപ്പോൾ വിളിക്കുന്ന കാറ്റഗറി, അവിടെയും BJPക്ക് അതിഭയങ്കരമായ പിന്തുണയാണ്. 60%-ഓളം BJPക്ക് പിന്തുണ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേസമയം ഷെഡ്യൂൾ കാസ്റ്റിൽ BJPയുടെ പിന്തുണ കുറഞ്ഞു. കോൺഗ്രസിനേക്കാൾ 2% പുറകിലാണ് BJP ഷെഡ്യൂൾ കാസ്റ്റിൽ. അത് BJP പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് ഷെഡ്യൂൾ കാസ്റ്റ് MPമാർ അവർക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഷെഡ്യൂൾ കാസ്റ്റുകൾ അവരുടെ നിന്ന് മാറി എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ വന്ന ഫിഗറാണ് ഈ മുസ്ലിങ്ങളുടെ ഫിഗർ. അതിൽ 76% ഇത്തവണ മുസ്ലിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. BJPക്ക് 9% മാത്രമേ ഉള്ളൂ. 2009 6% BJPക്ക് പിന്തുണ. ഇത്തവണ അത് 9 അതായത് ഈ ഓവർവെൽമിംഗ്ലി മുസ്ലിങ്ങൾ അങ്ങോട്ട് BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നൊരു പൊതുധാരണ പരത്തിയിരുന്നു. ആ ധാരണ കണക്കിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, 72 ഇന്ത്യ മുന്നണി 76 വന്നിരിക്കുന്നു. 4% കൂടെ മുസ്ലിങ്ങൾ അവരുടെ കൂടെ വോട്ട് ചെയ്യുന്നു. അതായത് മുസ്ലിങ്ങൾ ഇപ്പോഴും ടാക്റ്റിക്കൽ വോട്ടിംഗ് നിർത്തിയിട്ടില്ല. BJPയെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ഓൾ ഇന്ത്യ ബേസിസിൽ മുസ്ലിങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് സാരം. അത് ചിലപ്പോൾ UPയിൽ കുറവായിരിക്കാം, രാജസ്ഥാനിൽ കൂടുതലായിരിക്കാം, കേരളത്തിൽ 100% ആയിരിക്കാം. ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. ഏതായാലും ആവറേജ് എടുക്കുമ്പോൾ
76% മുസ്ലിങ്ങളും ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ഇവരുടെ കണക്ക്. അതായത് BJPക്ക് എതിരാണെന്ന് പറയാം. BJPക്ക് എതിരാണ്. BJPക്ക് അനുകൂലമായിട്ടുള്ളത് 9% ഉള്ളൂ. ബാക്കിയൊക്കെ സ്പ്ലിൻറ്ററായിപ്പോയി. ഇതിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊതുവെ NDA ഇന്ത്യ മുന്നണി അതേഴ്സ് എന്ന് പറയില്ല, ഈ അതേഴ്സ് നേർത്ത് വന്നുകൊണ്ടിരിക്കുക. അതേഴ്സിൻ്റെ കഥ ഏകദേശം കഴിയാറായി. അതേഴ്സ് ഒരു 10-25 എണ്ണമുണ്ട്. ഈ ഹരിയാനയിലെ INLD എന്നൊക്കെ പറഞ്ഞ് പഴയ ചൗട്ടാലയുടെ പാർട്ടി, അത് ഇതൊക്കെ ഒരുപാടുണ്ട്. പാസ്വാൻ്റെ പാർട്ടി, ഇതിലൊക്കെ ഉണ്ട്. ഈ അതേഴ്സിൽ DMK, AIDMK, BRS, ബിജു ജനതാദൾ ഇതുപോലെയുള്ള സാമാന്യം വലിയ പാർട്ടികളെയും കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പോലും അതേഴ്സിന് കിട്ടുന്ന പെർസെൻറ്റേജ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ സിംഗിൾ പാർട്ടി, സിംഗിൾ ലീഡർ, നോ ഐഡിയോളജി, ഇങ്ങനെയുള്ള പാർട്ടികളുടെ പ്രസക്തി കുറഞ്ഞു വരുന്നു. ഈ മൂന്നുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. അത് ഇല്ലാതാവുകയാണ്. കേജ്രിവാളിൻ്റെ പാർട്ടി സിംഗിൾ പാർട്ടി, സിംഗിൾ ലീഡർ, നോ ഐഡിയോളജി. കേജ്രിവാളിന് സോഷ്യലിസവും ഇല്ല, ഹിന്ദുത്വവും ഇല്ല, കമ്മ്യൂണിസവും ഇല്ല, വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട്. നവീൻ പട്നായിക് സിംഗിൾ പാർട്ടി, സിംഗിൾ ലീഡർ, നോ ഐഡിയോളജി. ഐഡിയോളജി ഇല്ല. സോഷ്യലിസം ഉണ്ടോ? ഇല്ല. എന്നാൽ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറച്ച് സോഷ്യലിസം ഉണ്ട്. ഇങ്ങനെ DMK അങ്ങനെയല്ല. അവർക്ക് പറയാനെങ്കിലും ഒരു ഐഡിയ, അത് ഫോളോ ഒന്നും ചെയ്യാറില്ല അവർ. അത് പല പാർട്ടികളും അങ്ങനെയാണ്. ഐഡിയോളജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വയ്ക്കും, ഫോളോ ചെയ്യില്ല. ബട്ട് എഴുതിയെങ്കിലും വെച്ചിട്ടുണ്ട്. BRS ചന്ദ്രശേഖർ റാവു, തെലങ്കാന, നോ ഐഡിയോളജി. ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഫ്യൂച്ചർ വളരെ ബ്ലീക്കാണ്. അല്ല, പൊതുവെ പറയുന്നത് ഈ പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടുന്ന ഒരു രാഷ്ട്രീയമാണ് ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കും, ഇപ്പോൾ സീറ്റിൻ്റെ തന്നെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതേഴ്സിൻ്റെ കോളം ക്ഷീണിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. 2019 ഉണ്ടായിരുന്നതും 2024 നോക്കുക. എക്സിറ്റ് പോൾ വെച്ച് നോക്കിയാൽ മതി. നാഷണൽ അതിൽ തെറ്റ് വരുന്നത് തെറ്റ് വന്നു. നാഷണൽ പാർട്ടികൾക്ക് മാത്രമേ ഇനി ഭാവിയിൽ പ്രസക്തിയുള്ള രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ. ഇപ്പോൾ ശരത് പവാർ വരെ കോൺഗ്രസിൽ ലയിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഈ ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ വോട്ട് ശതമാനം, അത് സീറ്റ് ആവണമെന്നില്ല, സീറ്റിലും ഏകദേശം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സിന് 54 മറ്റോ ഉണ്ടായിരുന്നത് ഇത്തവണ 69-70 വരെയൊക്കെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതേഴ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒക്കെ ഈ മെയിൻ സ്ട്രീം പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ കർണാടകയിൽ JDSന് ഇനിയൊരു ഭാവി ഇല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. സ്റ്റിൽ അവർക്ക് 3 സീറ്റ് എന്തോ അവരുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് BJPക്ക് ഗുണമുണ്ടായി. ചന്ദ്രബാബു നായിഡുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഗുണമുണ്ടായി. ബേസിക്കലി BJP സ്കോർ ചെയ്ത പാറ്റേൺ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറ് BJPക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, രാജസ്ഥാനും മഹാരാഷ്ട്രയും. ഈ കേട് അവർ തീർക്കുന്നത് കിഴക്കുന്നാണ്, ഒറീസയും ബംഗാളും. തെക്കുന്ന് അവർക്ക് കിട്ടുന്നതാണ് ബൂസ്റ്റ്, ബോണസ്. മറ്റത് രണ്ടും അന്യോന്യം ക്യാൻസലായിപ്പോയി എന്ന് മാത്രമല്ല, കിഴക്ക് ഒരു 2-3 സീറ്റ് അവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ഇവരുടെ സീറ്റ് പ്രവചനം അനുസരിച്ച്. സീറ്റ് പ്രവചനത്തോട് ആനുകൂല്യമില്ലാത്തവനാണ് ഞാൻ. എന്നാലും അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ പടിഞ്ഞാറുണ്ടായ നഷ്ടം കിഴക്ക് മാനേജ് ചെയ്യുന്നു, ഒരല്പം കൂടെ കൂടുതലും തരുന്നു. തെക്കുന്ന് എന്ത് കിട്ടുന്നോ അത് ലാഭം. തെക്കുന്ന് ഏറ്റവും വലിയ സംഭാവന ചന്ദ്രബാബു നായിഡുവിൻ്റെയാണ്. കേരളത്തിൽ 2, 3 എന്നും 0 എന്നും ഒക്കെ തർക്കമൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ 7 സീറ്റ് വരെ പ്രവചിച്ചവരുണ്ട്, 1 സീറ്റ് മാത്രമേ കിട്ടുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ആ 1 സീറ്റ് കോയമ്പത്തൂരാണോ, തിരുനെൽവേലിയാണോ, നയനാർ നാഗേന്ദ്രനാണോ, അണ്ണാമലയാണോ, അത് 2 പേരാണോ എന്നൊക്കെ പറഞ്ഞാണ് തർക്കം. ഏതായാലും മിനിമം 1 സീറ്റ് ബംഗാളിൽ തമിഴ്നാട്ടിൽ ഉറപ്പ് പറയുന്നു. കേരളത്തിൽ മറ്റെല്ലാവർക്കും ഉറപ്പുണ്ട്. കേരളത്തിൽ ഒരു എക്സിറ്റ് പോൾ നടത്തിയത് മനോരമയാണ്. മനോരമ 0 എന്ന് പറയുന്നു. മനോരമയുടെ എക്സിറ്റ് പോൾ വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LDFന് മനോരമ ഒന്നും കൊടുക്കുന്നില്ല. BJPക്ക് 0, LDFന് 0 മുതൽ 4 വരെ.
ഈ 0 ഒരു പ്രോബബിലിയായിട്ട് LDFിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് അസാധാരണമാണ്. മറ്റ് ഒപ്പീനിയൻ പോളുകളിലും ഒരുപാട് സ്ഥലത്ത് LDFന് 0 മുതൽ 5 വരെ, 0 മുതൽ 4 വരെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ 0 കാണുമ്പോൾ ഏറ്റവും അധികം നടുങ്ങുന്നത് LDF ആണ്. BJPക്ക് നടുക്കമൊന്നുമില്ല. അതെ, കാരണം അവരേതായാലും 0-ലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത 0 എന്താ? ഇപ്പോൾ LDFന് ഉള്ള ഒന്നുകൂടെ 0-ലേക്ക് പോവാണ്. 0-ലേക്ക് പോകും. പിന്നെ LDFന് ഒരു ഗുണമുണ്ട്. 2 സീറ്റ് കിട്ടിയെന്ന് വെച്ചോ, അവർക്ക് പറയാം ഞങ്ങൾക്ക് 100% വർധനയുണ്ടായി. ഒന്നിൽ നിന്ന് 100% വർധനയല്ലേ സാങ്കേതികമായി. അതാണ് ഗോവിന്ദ മാഷ് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിരിക്കുന്നത്. ഇരട്ടി കിട്ടും. ഒരു സീറ്റ് കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് ഇരട്ടിയാണ് എന്ന് പറഞ്ഞു. ഇരട്ടി കിട്ടുമെന്നാണ്. അതിലൊരു ഡേഞ്ചർ എന്താണെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3-ാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും. അതാണ് ഇതിൻ്റെ ഡേഞ്ചർ. ഞാൻ വെറീഡാവുന്നതും ആ കാരണം കൊണ്ടാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 4 അല്ലെങ്കിൽ അതിൽ കുറവോ ഒക്കെ സീറ്റായി കഴിഞ്ഞാൽ നമ്മളുടെ 26-ലെ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരും. എന്താ ഇതിൻ്റെ ലോജിക്ക്? കഴിഞ്ഞ ലോജിക്ക് തന്നെ. 2019-ൽ അവർക്കൊരു സീറ്റേ കിട്ടിയുള്ളൂ. 2021-ലോ 99 സീറ്റ് പിടിച്ചു. എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഈ കണക്ട് ചെയ്യുന്നത് ഈ അവരുടെ പാർട്ടി മെഷീനറി അതിഭീകരമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇത്തവണ സംഭവിച്ചു എന്ന് എല്ലാവരും ആശങ്കപ്പെടുന്നത് ആൻറ്റി ഇൻകംബൻസി പിണറായി വിജയനോടുള്ള ദേഷ്യം. അത് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെ LDF തോറ്റു. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നല്ലോ. ശബരിമല കേസ് ഹാൻഡിൽ ചെയ്തത് പാളിച്ച് പറ്റി എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് LDFന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്. അതവർ സമ്മതിച്ചു. അവർ വീടാന്തരം കയറിയിട്ട് മാപ്പ് പറയുകയോ വിശദീകരിക്കുകയോ ഒക്കെ ചെയ്തു. പിന്നെ ശബരിമലയിൽ 10-നും 50-നും ഇടയ്ക്കുള്ളവരെ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് വരെ വെബ്സൈറ്റിലിട്ടു. ഇതൊക്കെ സുപ്രീം കോടതിക്ക് വിരുദ്ധമാണ് കേട്ടോ. കോർട്ടലക്ഷ്യമാണത്. ആരും അതിന് പോയിട്ടില്ല. പക്ഷേ അത് ചെയ്തു അവർ. ഇത്തവണ സംഭവിക്കുന്നത് അവരുടെ ഈ ഇൻഎഫിഷ്യൻസി, പെൻഷൻ വിതരണത്തിലെ അപാകത, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കുടിശ്ശികയോ DA കുടിശ്ശികയോ ഒക്കെ പോട്ടെ, ശമ്പളം തന്നെ നിരയോ കിട്ടുന്നില്ല, KSRTC കിട്ടുന്നില്ല. ഇതൊക്കെ ഇവരുടെ ക്യാപ്റ്റീവ് വോട്ട് ബാങ്കാണ്. അപ്പോൾ അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ദോഷമില്ലാത്ത രീതിയിൽ. പാർലമെൻറ്റ് ഇലക്ഷൻ അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു. കാരണം അവർക്കറിയാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും അവരുടെ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്താലും പാർലമെൻറ്റിലും ഒരേപോലെയാണ്. അപ്പോൾ ഇവിടെ സ്വന്തം പാർട്ടിക്ക് ഒരു സിഗ്നൽ കൊടുക്കാം, വി ആർ അൺഹാപ്പി, എക്സ്ട്രീംലി അൺഹാപ്പി, വി ആർ ആംഗ്രി വിത്ത് യു. ഈ മെസ്സേജ് പോകും. അതേസമയം പാർലമെൻറ്റിൽ ദോഷമൊന്നും വരുന്നില്ല. കാരണം പകരം കോൺഗ്രസ് പോകുന്നുണ്ട്. ഒരുമിച്ചാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അലമ്പുണ്ടാക്കാൻ, കച്ചറയുണ്ടാക്കാൻ, തുണി പൊക്കി കാണിക്കാൻ, സസ്പെൻഷൻ വാങ്ങിക്കാനൊക്കെ ഇവർ ഒരുമിച്ചാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസ് പോയിക്കോട്ടേന്ന് ബാലൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ 20 സീറ്റും മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുന്ന സംസ്ഥാനമായിരിക്കും കേരളം. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സിഗ്നലും കൊടുക്കാം, ദോഷവും വരില്ല. എന്നിട്ട് വർദ്ധിത വീര്യത്തോടെ 2026-ൽ ഇവർ പിണറായി വിജയൻ വോട്ട് ചെയ്യും. അങ്ങനെ പിണറായി വിജയൻ 3-ാം തവണയും വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ കണക്കൂട്ടിൽ ഇപ്പോഴും ഒരു 8 സീറ്റെങ്കിലും LDFന് കിട്ടുമെന്നാണ്. ഞാനിപ്പോഴും അതിലുറച്ച് 8 സീറ്റ്. അതിൽ ഞാൻ പറഞ്ഞ ഒരു വിവാദപരമായ സീറ്റുണ്ട്, വടകര. അവിടെ ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് എൻ്റെ പ്രവചനം. എൻ്റെ പ്രവചനമല്ല, ഫീഡ്ബാക്ക് അങ്ങനെയാണ്. മൈ ഫീഡ്ബാക്ക് ആൻഡ് ഗോ റോങ്. വളരെ ചെറിയ സാമ്പിളാണ് എൻ്റെ, വളരെ ചെറിയ സാമ്പിൾ. ഫോണിൽ എനിക്ക് അറിയാവുന്ന 3-4 പേരെ വിളിക്കുക ചെയ്യുക. നമ്പർ 2 ഞാൻ പറഞ്ഞത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ നാളെ വോട്ടെണ്ണലാണ്. എന്തായിരുന്നു ഞാൻ പറഞ്ഞ എൻ്റെ ലോജിക്ക്? മുരളീധരൻ ജയിക്കും എന്നുള്ള എൻ്റെ ലോജിക്ക് BJP വോട്ടല്ല. BJP വോട്ട് മുരളീധരന് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും BJPക്കാർ വന്ന് വോട്ട് ചെയ്യും. മുരളീധരന് കിട്ടാൻ പോകുന്നത് അടൂർ പ്രകാശിൻ്റെ വോട്ടാണ്. അടൂർ പ്രകാശിൻ്റെ സ്ഥിതി സുനിലും നോക്ക്. അടൂർ പ്രകാശ് കേന്ദ്രത്തിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോവുക? എന്ത് ചെയ്യാൻ പോവുക? അതിപ്പോൾ UDFൻ്റെ LDFൻ്റെ MP ആര് പോയിട്ടും കാര്യമില്ല. ഇല്ല, അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. ഞാൻ പറയട്ടെ, ഉണ്ണിത്താന് ലോക്സഭയിൽ പോയേ പറ്റുള്ളൂ. കാരണം ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ അടൂർ പ്രകാശ് അങ്ങനെയല്ല. രാജ്മോഹൻ ഉണ്ണിത്താനല്ല അടൂർ പ്രകാശ്. അല്ല, അടൂരിനെ ഇങ്ങനെ അടൂർ പ്രകാശ് എന്തുകൊണ്ടാണ്? ഇല്ല, പറയട്ടെ, അടൂർ പ്രകാശ്
26 നിയമസഭയിൽ മത്സരിക്കുന്നു. അടൂർ പ്രകാശിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ അവകാശപ്പെടാം. മുഖ്യമന്ത്രി സ്ഥാനം വരെ. അതിനുള്ള ഒരു കാരണം സ്റ്റേച്ചറുണ്ടോ? ഇല്ല. ആർ ശങ്കറിന് ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി ആരാ കേരളത്തിൽ കോൺഗ്രസിൻ്റെ? എന്താ സ്റ്റേച്ചറിന് കുറവ്? അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി ആയിരുന്നില്ലേ? വല്ല പരാതിയോ സംഗതിയോ ഉണ്ടായോ? കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ് കോൺഗ്രസിൻ്റെ. ആയിരിക്കാം, പക്ഷേ അത് കോൺഗ്രസ് ഞാൻ പറയട്ടെ, ഈ നമ്മുടെ സോളാർ കേസ് കിടന്ന് ഇത്രയധികം കളിച്ചിട്ട് അടൂർ പ്രകാശിൻ്റെ പേര് വന്നു? വന്നില്ല. അടൂർ പ്രകാശ് ജനകീയനായ ഒരു ജെന്റിൽമാനാണ്. ആളുകളെ ഇത് ചെയ്യാനറിയാം. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഈ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് മുരളീധരൻ ഒരു ഫോർമുല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഏതായാലും അവിടെ പോയിട്ട് കാര്യമില്ല. ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇല്ല, ഞാനത് പറഞ്ഞു. അപ്പോൾ അല്ല, പഴയ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ ഈ കുരിശെടുത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ പോയാൽ അടൂർ പ്രകാശ് മാന്യനുമാണ്. അടൂർ പ്രകാശ് അടിപിടി നടത്താനും തുണിമുക്ക് കാണിക്കാനൊന്നും അടൂർ പ്രകാശ് പോവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയാണ്, ഇത് വെച്ച് പോവില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാലും കൈതെടുത്ത് കയറ്റി ഒരാളിനെ തല്ലാൻ പോകുന്ന സീൻ മനസ്സിൽ നമുക്ക് ഓർക്കാൻ പറ്റുമോ? ഇല്ല. പ്രകോപിതനാവില്ല ആ മനുഷ്യൻ. ഇതുപോലെയാണ് അടൂർ പ്രകാശ്. അങ്ങനെ അടൂർ പ്രകാശിന് 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ സ്റ്റേക്കുണ്ട്. അതേസമയം ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നിയമസഭയിൽ മത്സരിക്കാനും പറ്റില്ല. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ വോട്ടുകൾ മുരളീധരന് മാറി. ഇത് നിങ്ങളുടെ എക്സിറ്റ് പോളിലൊന്നും വരില്ല. കാരണം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തോറ്റു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും വ്യാഖ്യാനിക്കാമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അടൂർ പ്രകാശ് ജയിക്കുന്ന, ആറ്റിങ്ങലിൽ തോൽക്കുക എന്നുള്ളതാണ് അടൂർ പ്രകാശിൻ്റെ യഥാർത്ഥ വിജയം. പക്ഷേ എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ലൂസിങ് എ ബാറ്റിൽ ടു വിൻ ദ വാർ. ഈ ഭാഷ പട്ടാളക്കാർക്ക് മനസ്സിലാവും. അഗ്രീഡ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കും സതീശനും ആകാൻ കഴിയാത്ത മുഖ്യമന്ത്രി സ്ഥാനം അടൂരിന് കൊടുക്കാൻ കോൺഗ്രസിലെ ഇക്വേഷൻസ് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ഇല്ലെന്ന് അറിയുന്നത് നിങ്ങൾ അവിടെ എത്തുമ്പോഴാണ്. അവിടെ എത്താനുള്ള ഒരുക്കമാണ് അടൂർ പ്രകാശ് നടത്തുന്നത്. ആ ഒരുക്കം നടത്തിയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശൻ, ഇവരെ എം ഹസൻ വരെയൊക്കെ കളിക്കും. കളിച്ചോട്ടെ. നിങ്ങൾ ഗോതയിലേ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഡൽഹിയിലാണ്. എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഗോതയിൽ ഇറങ്ങണമെങ്കിൽ ആറ്റിങ്ങലിൽ തോൽക്കണം. സോ ആറ്റിങ്ങലിൽ തോൽക്കുക എന്നുള്ളത് അടൂർ പ്രകാശിൻ്റെ ആവശ്യമാണ്. മുരളീധരൻ അതിലും വലിയ ധർമ്മസങ്കടത്തിലാണ്. ആറ്റിങ്ങൽ ജയിച്ചാൽ മുരളീധരൻ ഒരു സാധാരണ MP ആണ് ലോക്സഭയിൽ. ഇനിയൊരു മന്ത്രിസ്ഥാനം മുരളീധരൻ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ തുടർച്ചയായിട്ട് റാങ്ക് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. കിട്ടില്ല. അതിനുള്ള പെർഫോമൻസ് ഇല്ലല്ലോ ആ മനുഷ്യന്. ഹി വാസ് ആൻ അണ്ടർ പെർഫോമിങ് ഓർ നോൺ പെർഫോമിങ് അസറ്റ്. NPA ആയിരുന്നു മന്ത്രിസഭയിൽ. ആണോ? പിന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നാണ്, പഴയ ആളാണ്. അതുകൊണ്ട് അല്ല, ടെൽ മീ വാട്ട് ഈസ് ഹിസ് പെർഫോമൻസ്? അത് എടുത്തു പറയത്തക്ക ഒന്നുമില്ല. അപ്പോൾ അതൊരു ദോഷമൊന്നുമല്ല, അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. യു ആർ ടു ജൂനിയർ ടു അതേഴ്സ്. 3 സഹമന്ത്രിമാരോ മറ്റോ ഉണ്ട് ജയശങ്കറിന്. ഇവർക്കൊക്കെ എന്താ പണി? എല്ലാവർക്കും പണി കൊടുക്കാൻ പറ്റില്ല. ഈവൻ ഉക്രൈനിൽ നിന്നാണ് ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നത്. 28,000 പേരെ കൊണ്ടുവരാനുണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ, ഇൻഡിഗോയുടെ, നാട്ടിലെ ഫ്ലൈറ്റ് എല്ലാം കൂടെ സകല ഇതും കമ്മീഷൻ ചെയ്തു. ഓപ്പറേഷൻ ഗംഗ എന്ന് പേരിട്ടു. അതിൽ ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, ജനറൽ VK സിംഗ്. ഹർദീപ് സിംഗ് പുരി നല്ലൊരു ടാസ്ക് മാസ്റ്ററാണ്. ജനറൽ VK സിംഗിന് ഈ ഉക്രൈനിലെ പട്ടാള മേധാവിയുമായിട്ട് വരെ ബന്ധമുണ്ട്. ഫോൺ എടുത്തിട്ട് സംസാരിക്കാനുള്ള ബന്ധമുണ്ട്. ജയശങ്കറിന് നയതന്ത്രപരമായിട്ട് എന്ത് ബന്ധമുണ്ടോ ഏകദേശം അതേ ആഴത്തിലുള്ള ബന്ധം ജനറൽ VK സിംഗിന് പട്ടാളവുമായിട്ടുണ്ട്. റഷ്യൻ പട്ടാളവുമായിട്ടുണ്ട്, ഉക്രൈൻ പട്ടാളവുമായിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരായിരുന്നു ഓപ്പറേഷൻ ഗംഗ നയിച്ചത്. ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് സേഫ് ഏരിയയിൽ നിന്ന് റോസാപ്പൂ കൊടുത്ത് ചിരിക്കാൻ, ഫോട്ടോ എടുക്കാൻ ആർക്കും പറ്റും. മുരളീധരൻ അത് മാത്രമേ ചെയ്തുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. മുരളീധരനെ എടുത്തു പറയാനായിട്ടൊരു അച്ചീവ്മെൻറ്റോ സംഗതിയോ ഇല്ല. ഹി വാസ് അൺഅപ്രോച്ചബിൾ ടു ആറ്റിങ്ങൽ പീപ്പിൾ. ഹി കുഡ് നോട്ട് ഡു ഓർ ഡിഡ് നോട്ട് ഡു എനിത്തിങ്. മനസ്സിലായി? അതാണ് മുരളീധരൻ്റെ ഒരു പ്രശ്നം. മുരളീധരൻ ആറ്റിങ്ങലിലെ ആൾക്കാർക്ക് ചെയ്ത ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ അവരെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് ഉപകാരം.
നമ്മളുടെ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു, അങ്ങയുടെ മലയാള സിനിമയ്ക്ക് അങ്ങയുടെ സംഭാവന എന്താണ്? ശ്രീനിവാസൻ പറഞ്ഞു, ഞാനൊരു 50 സിനിമ എടുക്കാൻ ആലോചിച്ചിരുന്നു, അത് ഞാൻ എടുത്തില്ല. അത് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ സംഭാവന. ഞാനത് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും മലയാളിയുടെ ഗതി അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എത്ര വലിയ അപകടത്തിൽ നിന്നാണ് നിങ്ങളെ ഞാൻ രക്ഷിച്ചത് എന്ന് പറയുന്ന പോലെയാണ് മുരളീധരൻ വിചാരിച്ചാൽ ഒരുപാട് പേരെ ഉപദ്രവിക്കാമായിരുന്നു, അത് ചെയ്തില്ല. അതാണ് ചെയ്ത ഉപകാരം. ഈ അവസ്ഥയാണ്. സോ ഇറ്റ് ഈസ് നത്തിങ്, ഹീ ഈസ് നോട്ട്, ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് ഗോയിങ് ടു ബി മിനിസ്റ്റർ നെക്സ്റ്റ് ടൈം. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ടി ജി പറയുന്ന അടൂർ പ്രകാശിൻ്റെ ലോജിക്ക് വെച്ച് മുരളീധരനും ജയിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ സംസ്ഥാന പ്രസിഡന്റെങ്കിലും ആവല്ലോ. അല്ല, അതിരിക്കട്ടെ, മുരളീധരൻ 2 ഓപ്ഷനാണ്. ഒന്ന്, ജയിച്ച് പോയി കഴിഞ്ഞാലേ അടുത്തൊരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവിടെ കരുക്കൾ നീക്കാനെങ്കിലും പറ്റുള്ളൂ. അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഗോദയിലെത്തണം. ഇതുപോലെ മുരളീധരൻ ആ ഗോദയിലെത്തിയാലേ പുള്ളിക്ക് രണ്ടാമതൊരു മന്ത്രിയാകാൻ പറ്റുമോ? ഹി ഹാസ് കണക്ഷൻസ്, റൈറ്റ് കണക്ഷൻസ്. ആ റൈറ്റ് കണക്ഷൻസ് സെക്കൻഡ് ടൈം ഇയാൾ മുരളീധരനോട് വിരോധമൊന്നും ഉണ്ടായിട്ടോ അങ്ങേരെ അണ്ടർ പെർഫോമിങ് ആയതുകൊണ്ടോ അല്ല, സാധാരണഗതിയിൽ ഈ കണക്ഷൻസ് സെക്കൻഡ് ടൈം വർക്ക് ചെയ്യാറില്ല. അത് BJPയിലെ ഒരു പ്രിൻസിപ്പിളാണ്. ജയിച്ചാൽ വി മുരളീധരൻ മന്ത്രിയാണെന്ന് എൻ്റെ വിശ്വാസം. ആയിക്കോട്ടെ, വിശ്വാസമാണ്. എനിവേ, ജയിച്ചാലാണല്ലോ, അതുകൊണ്ടാണ് മുരളീധരൻ ജയിക്കാൻ ശ്രമിക്കുന്നത്. ഇനി മുരളീധരൻ തോറ്റു എന്ന് വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ മുരളീധരൻ കേരള BJPയുടെ പ്രസിഡന്റ്. ടി ജി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ തോറ്റ MP ആയിട്ട് ചുമ്മാ നടക്കാൻ മുരളീധരന് പറ്റില്ല. കണ്ണന്താനത്തിന് പറ്റും, അങ്ങനെ IAS കാരനാണ്, അങ്ങനൊരു സ്റ്റാൻഡിങ് ഉണ്ട്. മുരളിക്ക് വേറെ പൊളിറ്റിക്സ് അല്ലാതെ മുരളിക്ക് വേറെ സ്റ്റാൻഡിങ് ഒന്നുമില്ല. സോ മുരളി അനാഥനായി പോകും, പുഷ് ഓവറായിട്ട് പോകും. വഴി കണ്ടാൽ ആൾക്കാരായ പണ്ട് മത്സരിച്ച് തോറ്റ് കഴിഞ്ഞു, ഇങ്ങനത്തെ അവസ്ഥ വരും. അപ്പോൾ ആ അവസ്ഥ ഇല്ലാതാക്കാനായിട്ട് മുരളി ഇതിന് സംസ്ഥാന പ്രസിഡൻ്റ് ആവാൻ ശ്രമിക്കും. ആവാൻ വലിയ ശ്രമമൊന്നും വേണ്ട. കാരണം സുരേന്ദ്രനെ മുരളി ഓൾറെഡി ഇവിടെ നിർത്തിയിട്ടുണ്ട്, വയനാട്ടിൽ നിർത്തിയിട്ടുണ്ട്. സുരേന്ദ്രനെ ഒഴിവാക്കി ഒരു ശത്രു ഇല്ലാതെയാക്കാൻ. കാരണം ശത്രു ഒന്നുമല്ലോ. ഞാൻ പറയട്ടെ, വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് പുട്ടിങ് സുരേന്ദ്രൻ അഗൻസ്റ്റ് രാഹുൽ ഗാന്ധി? ടെൽ മീ. എക്സെപ്റ്റ് മേക്കിംഗ് എ ഹെഡ്ലൈൻ ഓൺ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ചാനൽസ്. സംസ്ഥാന പ്രസിഡൻറ്റ് 5 ലക്ഷം വോട്ടിന് തോറ്റു, 4 ലക്ഷം വോട്ടിന് തോറ്റു എന്നൊരു ഹെഡ്ലൈൻ വരാൻ വേറെ എന്താണ്? അല്ല, അത് അങ്ങനെ കാണാമോ? കാരണം മറ്റൊരു രാഹുൽ ഗാന്ധി വരുമ്പോൾ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി നിൽക്കണം. BJPയുടെ പല അധ്യക്ഷന്മാരും ഇപ്പം അണ്ണാമലൈ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നു. ആർക്കെതിരെ ആവട്ടെ, അദ്ദേഹം ചിലപ്പോൾ തോറ്റു പോകുന്നാണ് പറയുന്നത്. അല്ല, തോക്കോ ജയിക്കുക എന്നുള്ളതല്ല, ആർക്കെതിരെ നിങ്ങൾ തോൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയട്ടെ, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അമേഠിയിൽ വീണ്ടും മത്സരിക്കാഞ്ഞത്? രണ്ടാമതും സ്മൃതി ഇറാനിയോട് തോറ്റു എന്നുള്ള നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി. ഈ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന മനുഷ്യനെ ഇതിൽ കൊണ്ടുപോയി ആക്കരുത്. നിങ്ങളേതായാലും ജയിക്കാൻ പോകുന്നില്ലല്ലോ വയനാട്, ഉറപ്പാണ്. അപ്പോൾ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാർ നിങ്ങൾക്ക്. അല്ല ടി ജി, അതുകൊണ്ട് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രസിഡന്റ്, കേരളത്തിലെ അധ്യക്ഷൻ ഒരു നാഷണൽ ഫിഗറായി മാറുകയല്ലേ? അല്ല. എന്തുകൊണ്ട് നാഷണൽ ഫിഗറായിട്ട് മാറുന്നത്? എങ്ങനെയാണ് നിങ്ങൾ നാഷണൽ ഫിഗറായിട്ട് മാറുന്നത്? തോറ്റ ഒരു മനുഷ്യൻ, സ്റ്റേറ്റ് പ്രസിഡന്റ് പോലും രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ തോറ്റു. ഇതല്ലേ വാർത്ത? ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് BJP വാസ് ഡിഫീറ്റഡ് ബൈ എ മാർജിൻ ഓഫ് 6 lakhs votes. എ വോപ്പിംഗ് മാർജിൻ, എ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്. പക്ഷെ അത് UPയിലാണെങ്കിൽ ടി ജി പറയുന്ന ലോജിക്ക് ശരിയാണ്. കേരളത്തിലല്ലേ? കേരളത്തിൽ രാഹുൽ ഗാന്ധി അല്ലേ? ഹെഡ്ലൈൻ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തോറ്റുപോയി, ഇതാണ്. ഇപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായപ്പോൾ കെ സുധാകരൻ്റെ ഫോട്ടോ കൊടുത്ത ആൾക്കാരാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അണ്ണാമലൈ തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറെ തീർന്നു പോകണം. ആരോട് തോറ്റാലും ഇല്ല, നിസ്സാരനായ ഒരാളുടെ തോറ്റു പോവാണ്. ഇല്ല. കാരണം നിങ്ങൾ ഈ മാർജിനും ഒക്കെ പ്രശ്നമല്ലേ? ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ മാർജിൻ കിട്ടാൻ പോകുന്നത് ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കാണ്. പിന്നെയും പറയാൻ പറ്റില്ല, ചിലപ്പോൾ മഞ്ചേരിയിൽ അഹമ്മദ്, രാഹുൽ ഗാന്ധിയുടെ സാക്ഷാൽ പിണറായി വിജയൻ മഞ്ചേരിയല്ല, മലപ്പുറം
ഈ സാധ്യതകൾ നിൽക്കുന്നു. ഈ സുരേന്ദ്രനെ വയനാട് കൊണ്ടുപോയി നിർത്തിയത് കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യരുതായിരുന്നു. പക്ഷേ എനിക്ക് അത് മാത്രമല്ല, യു ലോസ്റ്റ് എ ക്യാമ്പയിനർ. കേരളത്തിൽ 20 നിയോജകമണ്ഡലങ്ങൾ അത് ശരിയാണ്. മറ്റ് ബാധ്യതയില്ലാതെ ക്യാമ്പയിൻ ചെയ്യാൻ ആ ഭാഗം ഞാൻ പറ്റും. സമ്മതിക്കുന്നു. അല്ല, ആ ഭാഗം എന്തുകൊണ്ടാണ് അത് നിഷേധിക്കപ്പെട്ടത്? കാരണം അങ്ങനെ ചെയ്താൽ സുരേന്ദ്രൻ്റെ കീർത്തി വർദ്ധിക്കും. 20 സ്ഥലത്തും ക്യാമ്പയിൻ ചെയ്യുന്നു, ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥിയല്ല. തൻ്റെ ജയപരാജയങ്ങൾ നോക്കണ്ട, പാർട്ടിയുടെ ജയപരാജയം എല്ലാ സ്ഥലത്തും സുരേന്ദ്രൻ നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സുരേന്ദ്രനെ പിന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രയാസമാണ്. ദീസ് ആർ ഓൾ, ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ദോഷമായിട്ട് കാണരുത്. ഇതാണ് പൊളിറ്റിക്സ്, അതാണ് രാഷ്ട്രീയം. പക്ഷേ അതാണ് രാഷ്ട്രീയം. അത് BJP ചെയ്യുന്നു, കോൺഗ്രസ് ചെയ്യുന്നു, CPM അതിലും ഭംഗിയായിട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് വടകരയിൽ ശൈലജ ജയിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ച് 4-5 പേരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ മണ്ടരൊന്നുമല്ല. പ്രശ്നം എന്ത് വില കൊടുത്തും ശൈലജയെ കേരളത്തിന് പുറത്ത് അയക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂവാണ്. പിണറായി വിജയൻ മറ്റ് 19 സീറ്റും തോൽക്കാൻ തയ്യാറാണ്, പക്ഷേ വടകര തോൽക്കാൻ തയ്യാറല്ല. ബിക്കോസ് ശൈലജ എന്ന് പറയുന്ന ഒരു സ്ത്രീ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭീഷണിയാണ്. ഹെർ നെയിം വിൽ കം ഔട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു പിണറായി വിജയൻ. അല്ലെങ്കിൽ പിണറായി നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഇയാൾക്ക് മുഹമ്മദ് റിയാസിന് ആരാണെങ്കിലും നോക്ക്, പഴയ ഗൗരിയമ്മയുടെ അതേ സ്ഥിതിയിലേക്ക് ശൈലജ വരും. അവർ തോറ്റു കഴിഞ്ഞാൽ, അവർ മത്സരിക്കാതിരുന്നെങ്കിൽ അതിലും വലിയ ഭീഷണിയായേനെ. അതുകൊണ്ട് അവരെ മത്സരിപ്പിച്ച് എങ്ങനെയെങ്കിലും അവരെ ജയിപ്പിച്ച് ലോക്സഭയിലെത്തിയാലേ പിണറായി വിജയന് ശ്വാസം നേരെ വീഴുള്ളൂ. ഇതുകൊണ്ടാണ് അവർ ജയിക്കുമെന്ന് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് പിണറായി വിജയൻ UDFനെ ബ്രൈബ് വരെ ചെയ്യും, എന്തും ചെയ്യും, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യും. നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഞാൻ ആറ്റിങ്ങൽ തോറ്റു തരാം, ഞാൻ കൊല്ലം തോറ്റു തരാം, കൊല്ലം അല്ലെങ്കിലും തോക്കും. ഇതെല്ലാം ഓഫർ ചെയ്യും, പൈസ ഓഫർ ചെയ്യും, കേസ് വിഡ്രോ ചെയ്യാൻ, എന്തും ചെയ്യാൻ ശൈലജയെ തോൽപ്പിക്കരുത്. ശൈലജ ജയിക്കണം. ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, ഞാൻ ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സും ഇതുവരെ നടന്നിട്ടുള്ള ഇതുപോലത്തെ അടിയൊഴുക്കും കളികളും സൈഡിൽ നിന്ന് നേരിട്ട് കണ്ടവനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിങ്ങനെ. അത് ഞാൻ മാനിക്കുന്നു. നമ്പർ 2, ഞാൻ ഒറിജിനൽ പോയിന്റിലേക്ക് വരട്ടെ. LDFന് സീറ്റ് തീരെ കുറഞ്ഞു പോയാൽ, ഈ പറഞ്ഞ 4 സീറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ 2021 LDF വരും, 26 LDF വരും. അത് ദാറ്റ് വിൽ ബി ഡെട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് കേരള. ഇപ്പോൾ കേരളത്തിന് കുറച്ച് അസ്ഥികൂടമായിട്ട് കേരളം ബാക്കി നിൽക്കുന്നു, അതും കൂടെ കടിച്ച് തിന്നുകളയും ഇനിയൊരു തവണ അധികാരത്തിൽ കണ്ടുപിടിക്കാൻ. പിന്നെ ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കവളം മട്ടിലെടുത്ത് തല്ലുന്ന ഒരവസ്ഥ ബംഗാളിൽ വന്ന പോലെ റോട്ടിൽ കണ്ടാൽ അടി കിട്ടും എന്നുള്ള അവസ്ഥ വന്ന് പൊളിഞ്ഞു പോകാൻ മതിയാകും. പക്ഷേ അപ്പോഴത്തേക്ക് കേരളം എന്ന് പറയുന്നത് ഇല്ലാതെയാകും. ബംഗാളല്ല കേരളം, ആകെ ഇത്രയേ ഉള്ളൂ. തീർന്നു പോകാൻ വളരെ എളുപ്പമാണ്. ഇങ്ങേറ്റത്ത് പാവയ്ക്കാൻ പോലെ മലയാളികളൊക്കെ ഇവിടുന്ന് ഓടിപ്പോവുക, അന്യ സംസ്ഥാന തൊഴിലാളികൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. അതിപ്പോൾ തന്നെ ഇനിയിപ്പോൾ എന്താ നോക്ക്, ഈ 1-2 മേഖലകളാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കൈവയ്ക്കാനുള്ളത്. ഒന്ന് ചുമട്ട് തൊഴിലാളി, ഇവിടെയുള്ള ഒരു വിട്ടുകൊടുക്കാൻ സ്വർണം കൊയ്യുന്ന ഏർപ്പാടാണ് തൊഴിലാളി. ഓട്ടോറിക്ഷ തൊഴിലാളി, പ്രൈവറ്റ് ബസ് തൊഴിലാളി, ഇതിലൊന്നും അന്യസംസ്ഥാന തൊഴിലാളിയെ കാണില്ല. എന്താ അന്യസംസ്ഥാന തൊഴിലാളി ചുമടെടുക്കില്ലേ? ഓട്ടോറിക്ഷ ഓടിക്കാൻ അവൻ അറിഞ്ഞൂടെ, ബസ് ഓടിക്കാൻ അറിഞ്ഞൂടെ? അവനറിയാം, പക്ഷെ അവനെ കയറ്റില്ല. അതും കൂടെ കയറും താമസിയാതെ. കാരണം യു ഹാവ് ടു, നിങ്ങൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ കയറി വരികയാണ്. വരുന്നതിൽ സങ്കടമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഇവർ ഐലൻഡായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഏരിയാസാണ്, പുറത്തുനിന്നുള്ളവരെ കയറ്റാതെ. ഇനി താമസിയാതെ തെങ്ങ് കയറുന്ന ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. തെങ്ങ് കയറുന്ന പറമ്പ് കളയ്ക്കുന്നത് അവരാണ്. ഹോട്ടൽ ബിസിനസ് മുഴുവൻ അവരുടെ കയ്യിലാണ്. ഇപ്പം ഏകദേശം 5 സ്റ്റാർ മുതൽ സാധാ തട്ടുകട വരെ ഇവരായി കഴിഞ്ഞു. സാധാരണ തട്ടുകടയിൽ ബംഗാളികളായി കഴിഞ്ഞു. ബംഗാളിയല്ല, ആ ഭാഗത്തുനിന്ന് വരുന്നത് ബംഗാളിയാണ്. ആരെ കണ്ടാലും നമ്മൾ ബംഗാളി എന്ന് വിളിക്കുമല്ലോ. ബംഗാളി ഒരു ഓമന പേരാണ് ഇപ്പോൾ കേരളത്തിൽ. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. അതുകൊണ്ട് LDFന് തീരെ കുറഞ്ഞു പോയാൽ
അടുത്ത തവണ അവർ ജയിക്കും. ഏതായാലും ഇതുവരെ ആരും പറയാത്ത. പക്ഷേ ഈ LDF എന്ന് പറയുന്ന ബഗന് ഇപ്പം എന്തെങ്കിലും ഒരു തീറ്റി കൊടുത്തു എന്ന് വെച്ചോ, ഒരു 8 സീറ്റ് 10 സീറ്റ് കൊടുത്താൽ അവൻ റിലാക്സ് ആകുകയും അവൻ്റെ എഫിഷ്യൻസി കുറയുകയും കുറേശ്ശെ ഉറക്കം തോന്നുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് 26-ൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് LDFന് എൻ്റെ കാൽക്കുലേഷനും അതെ, എൻ്റെ ആഗ്രഹവും അതെ, പരമാവധി സീറ്റുകളും കിട്ടി അവരൊന്ന് വിശ്രമിക്കട്ടെ, ഒരു കോംപ്ലസൻസി ഡെവലപ്പ് ചെയ്യട്ടെ. അതല്ലെങ്കിൽ വർദ്ധിത വീര്യത്തോടെ ഈ പണ്ടാരം തിരിച്ചു. ഏതായാലും വളരെ വേറിട്ട ഒരു വിശകലനമാണ് TG നടത്തിയതും. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് 12 മണിക്കൂർ പോലും നമ്മുടെ മുന്നിലില്ല. നാളെ ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വേറിട്ട വിശകലനം നടത്തുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ 1967 മുതൽ ഇതിൻ്റെ സൈഡിൽ നിന്ന്, ഒരിക്കലും ഞാനിതിൻ്റെ നടുക്കിറങ്ങിയിട്ടില്ല. സൈഡിൽ നിന്ന് ഇത് കണ്ടവനാണ് ഞാൻ. ഈ രാഷ്ട്രീയ കളികൾ മുഴുവൻ, ഈ ഇവർ നടത്തുന്ന അന്തർനാടകങ്ങൾ, ഒരാൾ വേറൊരാളിനെ ചീത്ത പറയുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു, ഇത് ഇവർ തമ്മിൽ കണ്ടാൻ വേണ്ടിയില്ല. അങ്ങനെ അല്ല, ആ ചീത്ത വിളിപ്പിക്കുന്നതാണ്. വിളിക്കുന്നത് പോലുമല്ല, വിളിപ്പിക്കുന്നതാണ്. പ്രീ പ്ലാൻഡ് ആണ്. നീ നാളെ എന്നെ ചീത്ത പറഞ്ഞോളാം കേട്ടോ, ചേട്ടാ അത് മോശമല്ലേ, വിളിക്കടാ, അതിന് ആവശ്യമുണ്ട്. ആവശ്യം എന്താ പറ, പിന്നെ ആവശ്യം പറഞ്ഞു നീ എന്നെ ചീത്ത വിളിക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം. വൈകുന്നേരം ആകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും എന്തിനാണ് എന്നെക്കൊണ്ട് ചീത്ത പറയിപ്പിച്ചത്. ഇതാണ് രാഷ്ട്രീയം. ആൻഡ് ഐ ഹാവ് സീൻ ഇറ്റ്, ഐ ഹാവ് ഗോൺ ത്രൂ ഇറ്റ്, I have seen it from a very close distance. That is why I am telling you, irrespective of political party, I have almost criticized everyone now. അതിൽ ഞാൻ ഒരു ഇതും വെച്ചിട്ടില്ല. ബട്ട് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഏതായാലും 12 മണിക്കൂർ മതി. ഒരു കാര്യം ഞാൻ അതിൽ ശ്രദ്ധിച്ചു, ഇവരുടെ ഈ CSDSൻ്റെയും ആക്സിസ് മൈ ഇന്ത്യയുടെയും റിപ്പോർട്ടിൽ പ്രൊഫഷണൽസിൽ 1% സപ്പോർട്ട് BJPക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡോക്ടർമാർ, എൻജിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, നോട്ട് എ സ്മോൾ, അവർ പെർസെൻറ്റേജ് വളരെ കുറവാണ്. 1% അവർ വരുന്നത് ടോട്ടൽ പോപ്പുലേഷൻ്റെ. ബട്ട് ആ 1% ഡിസിസീവാണ്. അവരുടെ ഒരു കുറവ്, ആ 1%ൽ ഇവർക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ 1% കുറഞ്ഞിട്ടുണ്ട്. 18-25 ഏജിൽ BJPക്കും കോൺഗ്രസിനും ഏകദേശം തുല്യമാണ് വോട്ട്. അത് ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യുന്ന 18 വർഷക്കാരെ എടുത്താൽ BJPക്ക് കൂടുതലാണ്. ആദ്യ വോട്ട് മോദിക്ക്, പിന്നെ അത് താഴ്ന്നു. 26-36 ഇതെടുത്ത് കഴിയുമ്പോൾ BJP അടിച്ച് കയറാൻ തുടങ്ങും. 36 കഴിഞ്ഞാൽ വീണ്ടും BJP കയറുന്നു. 60 കഴിഞ്ഞാൽ വീണ്ടും BJP കയറുന്നു. ബർണാഡ് ഷാ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 35 വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റ് ആകാത്തവനും 35 വയസ്സ് കമ്മ്യൂണിസ്റ്റായി തുടരുന്നവനും ഈ രണ്ടുപേരും മണ്ടന്മാരാണ്. ഇത് ആക്ച്വലി ഈ പോളിങ്ങിൽ കാണാം. അപ് ടു 36 ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് 36 കഴിഞ്ഞാൽ പിന്നെ ദേ ഗോ ടു ദ റൈറ്റ് ആൻഡ് അപ് ടു 80-85 വരെ, ഏകദേശം മരണം വരെ റൈറ്റ് സൈഡിൽ തന്നെ നിൽക്കും. സ്ത്രീകൾ മോദിക്ക് കൂടുതൽ വോട്ട് ചെയ്യുന്നു പുരുഷന്മാരെക്കാൾ. പുരുഷന്മാർ 44% മോദിക്ക് വോട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾ 46% വോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളുടെ പിന്തുണ കൂടുതൽ മോദിക്ക് തന്നെയാണ്. അതാണ് ഈ പെർസെൻറ്റേജ് വെച്ചുള്ള, ഞാനിത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, അതാണ് ഇപ്പോൾ ചേർത്തത്. ദിസ് ഈസ് ദ ഓവറോൾ പിക്ചർ. ബാക്കി ഇനിയിപ്പോൾ നാളെ കാണാം. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും വരും. പക്ഷേ ഒരു കാര്യം, നാളെയും ഈ വോട്ടിംഗ് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, ഈ സീറ്റ് അതിനേക്കാൾ പ്രധാനം ഈ സോഷ്യൽ സ്ട്രാറ്റ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. നാളെ വീണ്ടും ഇരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.